വളരെ സന്തോഷകരമായിട്ടും സമാധാനപരമായിട്ടും നല്ല ജോലിയിലും ഒക്കെ ഉണ്ടായിരുന്ന ഗൾഫുകാരന്റെ വീട്. ഞാൻ ഈ പറയുന്ന ഓരോന്നും നമ്മുടെ അനുഭവത്തിൽ നിന്നിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുള്ള വീടുകളാണ് പറയുന്നത്. അതിൽ ഒരു വ്യക്തിയുടെ പേരോ സ്ഥലമോ ഒന്നും നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ദോഷങ്ങൾക്ക് സാധ്യത ഉണ്ടാകാം. മറ്റുള്ളവരെങ്കിലും അതിനെ ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ഗൾഫിലാണ്, നല്ല ശമ്പളമുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ കുറച്ച് ഇവർക്ക് ഒരു ബെഡ്റൂമും കൂടെ വേണം എന്ന് തോന്നി. അതായത് മകന്റെ കല്യാണമൊക്കെ ആയി വരുന്നു, അപ്പോൾ ഒരു ബെഡ്റൂം കൂടെ വേണമെന്ന് തോന്നി. അങ്ങനെ ഇവർ എന്ത് ചെയ്തു? ഒരു ബെഡ്റൂം ഇറക്കി. ഇവർ മറ്റൊന്നും നോക്കിയില്ല, പണിക്കാരനെ വിളിച്ചു, ഒരു ബെഡ്റൂം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്ക് വടക്ക് വശത്ത് സ്ഥലമുണ്ടല്ലോ, നമുക്ക് വടക്കിൽ ഒരു ബെഡ്റൂം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തേക്ക് അവരുടെ ഒരു ആവശ്യം, ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ വേണം. ഓക്കെ, ആയിക്കോട്ടെ, ഒരു ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ. ഇതാണ് ഇവരുടെ നിലവിലുണ്ടായിരുന്ന വീട്. ഈ വീട്ടിൽ നിന്നിട്ട് ഇവര് ഇത്രയും ഭാഗമാണ് പുതുക്കി പണിഞ്ഞത്. അതായത് ഇത്രയും നിലവിലുണ്ടായിരുന്നു, ഇത്രയും സ്ഥലം ഇവര് വീട്ടിൽ പുതുതായിട്ട് പണിഞ്ഞു. എന്തൊക്കെ പണിഞ്ഞു? ഒരു ബെഡ്റൂമും പണിഞ്ഞു, ഒരു ടോയ്ലറ്റും പണിഞ്ഞു. ആദ്യത്തെ അവരുടെ വീട് നിങ്ങൾ കണ്ടോ? സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പിലായിരുന്നു. പുതുക്കി അവർ ഇവിടെ ഒരു ബെഡ്റൂമും ഒരു ടോയ്ലറ്റും കൂടെ പണിഞ്ഞ് ഒരു 3 മാസത്തിനകത്ത് വെച്ച് നല്ല ശമ്പളത്തോടുകൂടി നല്ലൊരു കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്ന ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ട് പുള്ളി തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് പുള്ളി ഒരു 3 മാസം നിന്നു, 4 മാസം നിന്നു, വീണ്ടും പുതിയ കമ്പനിയിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, ജോലി നടക്കുന്നില്ല. മകന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചത് അത് തെറ്റിപ്പോവുകയും ചെയ്തു. അപ്പൊ ഇവർക്കൊരു സംശയം, നമ്മൾ ഈ പുതുക്കി പണിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? അതുകൊണ്ടാണോ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നത്? അങ്ങനെ ഇവർ എന്നെ കൺസൾട്ടിങ്ങിനായിട്ട് വിളിച്ചു. അപ്പൊ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ ഇവിടെ സംഭവിച്ചത് 4 തെറ്റുകൾ ഇവിടെ സംഭവിച്ചു. ഈ പാവപ്പെട്ടവൻ ഒരു ബെഡ്റൂമും ഒരു ടോയ്ലറ്റും മാത്രമാണ് പുതുക്കി പണിഞ്ഞത്. പക്ഷെ ഇവിടെ വാസ്തുപ്രകാരം 4 തെറ്റുകൾ സംഭവിച്ചു. ഒന്നെന്ന് പറയുന്നത്, ഇവരുടെ ഈ സ്ക്വയർ ഷേപ്പിൽ നിന്നും പുറത്തേക്ക് തള്ളി ഇവിടെ ഒരു ടോയ്ലറ്റ് പണിഞ്ഞു. ടോയ്ലറ്റ് പണിഞ്ഞപ്പോൾ എന്തു പറ്റി? വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം മലിനപ്പെട്ടു. വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം മലിനപ്പെട്ടപ്പോൾ വീട്ടിൽ ആരെ ബാധിച്ചു? ഗൃഹനാഥനെ ബാധിച്ചു. ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറഞ്ഞു. അപ്പോൾ ഗൃഹനാഥന്റെ കമ്പനിയിൽ ഇദ്ദേഹത്തെ പുള്ളി അവിടെ നിൽക്കട്ടെ, പുള്ളി കുറച്ച് നാൾ നിൽക്കുന്നതാണല്ലോ എന്ന് നല്ലൊരു അഭിപ്രായം പറയാൻ ഒരാളില്ലാതെ വന്നു. അതൊരു കേസ്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീടിന്റെ വടക്ക് ഭാഗം ഇവർക്ക് പോയി, വടക്ക് കിഴക്ക് ഭാഗവും പോയി. മനസ്സിലായോ? എങ്ങനെ പോയി? വീട് സ്ക്വയറോ റെക്ടാംഗിൾ ഷേപ്പിലോ ആണ് വരേണ്ടത്. അപ്പോൾ ഈ വീടിനെ കറക്റ്റ് 9 തിരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന വടക്ക് ഇവർക്ക് മിസ്സിംഗ് ആയി, ഈ പറയപ്പെടുന്ന വടക്ക് കിഴക്കും ഇവർക്ക് മിസ്സിംഗ് ആയി. അപ്പോൾ വടക്ക് ഫംഗ്ഷനിൽ എന്താ പറയുന്നത്? വടക്ക് തൊഴിലാണ് പറയുന്നത്. അപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടു. വടക്ക് കിഴക്ക് വാസ്തുപുരുഷൻ ശിരസ് വെച്ച് കിടക്കുന്നു എന്നാണ് വാസ്തുവിൽ പറയുന്നത്. വടക്ക് കിഴക്ക് വാസ്തുപുരുഷന്റെ ശിരസ് ഇവിടെ കട്ടായപ്പോഴത്തേക്ക് പല കാര്യങ്ങളും പല ദോഷങ്ങളും ഇവിടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി. ഇതെന്നും നമ്മൾ കണ്ടുപിടിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മറ്റേ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കുണ്ട്, ഒരു കാര്യവുമുണ്ട്. കാരണം എന്താണ്? ഇദ്ദേഹത്തിന്റെ മകന്റെ ഉറപ്പിച്ചു വെച്ചിരുന്ന വിവാഹവും തെറ്റിപ്പോയി. എന്തുകൊണ്ട് തെറ്റിപ്പോയി? വിവാഹവും അത്തരം കാര്യങ്ങളും നമുക്ക് എവിടെയാ പറയുന്നത്? കന്നിയുടെ സൗഭാഗ്യമായിട്ടാണ് പറയുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചു? കന്നിയും പോയില്ലേ? അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 4 പ്രശ്നമല്ല, 5 പ്രശ്നമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈശാനകോട് പോയി, വടക്ക് പടിഞ്ഞാറ് മലിനപ്പെട്ടു, വീണ്ടും പടിഞ്ഞാറ് പോയി, തെക്ക് പടിഞ്ഞാറായി. തെക്ക് പടിഞ്ഞാറാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടത്, വടക്കാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടത്, വടക്ക് പടിഞ്ഞാറ് ഗൃഹനാഥന്റെ അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വീട് പുതുക്കി പണിയുമ്പോൾ അല്ലെങ്കിൽ വീട് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ലൊരു ഫെങ്ഷി കൺസൾട്ടന്റിനെ കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ പണികൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ പരമാവധി ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനും ഫെങ്ഷിയിലൂടെ സാധിക്കുന്നതാണ്. അതെപ്പോഴും ഓർമ്മയുണ്ടായിരിക്കും. ഒരു ബെഡ്റൂം പണിഞ്ഞു, വിവാഹവും മുടങ്ങി, തൊഴിലും പോയി. ഇനി ഫെങ്ഷിയിൽ ഉപയോഗിക്കുന്ന ചില ഫെങ്ഷി ടൂളുകളെ പറ്റി നമുക്ക് നോക്കാം. 2026 സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 2 എന്ന് പറയുന്നൊരു നക്ഷത്രം വന്നിട്ടുണ്ട്. ഹെൽത്ത് ഇഷ്യൂസിന് കാരണമുണ്ട്. അവിടെ നിങ്ങൾക്ക് 6 മെറ്റൽ കോയിൻസ് ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്ത വീട് സ്റ്റെയർ കേസ് ക്ലോക്ക് വൈസിലല്ല, ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ സ്റ്റെയർ ചെന്ന് കയറുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു സ്വസ്തിക്കിന്റെ സിമ്പിൾസ് നിങ്ങൾക്ക് അവിടെ വെക്കാവുന്നതാണ്.
തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഡ്രാഗന്റെ ഹെഡും ടോർട്ടോയ്സിന്റെ ബോഡിയും അതിന്റെ മുകളിൽ ലാഫിൻ ബുദ്ധി ഇരിക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റാച്യു വയ്ക്കാം. ഇത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.